എന്നെ ഞാൻ മോഹൻലാലിന് അടി കൊടുക്കും. മോഹൻലാൽ എൻ്റെ കൈയെ പിടിച്ചിരിച്ചു. നടേശ കൊല്ലണ്ടാന്ന് മോഹൻലാലിനെ പോലെ ഹീറോ എടുത്ത് ഞാൻ അയാൾക്ക് ഒറ്റ അടി കൊടുക്കും. അടി കൊടുക്കുമ്പോൾ അയാൾ കയ്യെ പിടിച്ചിട്ട് തിരിച്ചിട്ട് ഒരു ഒറ്റ തള്ള. അച്ഛൻ അമ്മജിയെന്ന് പറഞ്ഞ് പോകണ്ടതാ ശരിക്കും. അപ്പൊ ശരിക്കും എഴുതി വെച്ചിരുന്നാ എടാ കൊല്ലണ്ട, എല്ലാത്തിനും അടിച്ച് ഒതുക്കിയൊക്കെ എന്നുള്ളതാ പറയണ്ടേ. നടേശ നടേശ കൊല്ലണ്ട. ഒരിക്കലും നമുക്ക് ഒരു കംപ്ലീറ്റ് ആക്ടർ എന്ന് ആർക്കും നമ്മൾ ലാലേട്ടനായാലും കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞാലും ഐ എം ഷുവർ ഇൻ ഹിസ് മൈൻഡ് ഇപ്പോഴും ഏതെങ്കിലും ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മൾ അത് അങ്ങനെ ചെയ്യണമായിരുന്നു ഇങ്ങനെ തീർച്ചയായിട്ടും ഉണ്ടാവും. അതല്ല ഈ തെറ്റിക്കറിയാശം വന്നാലും മതി. ചോദിച്ചോണ്ടിരുന്നാലും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് പറഞ്ഞാൽ തെറ്റിയില്ലേ? അതാ ഈ പറയുന്ന കാര്യം കേട്ടോ. അത് വലിയ കാര്യം. കറക്റ്റ് സമയത്ത് നമ്മളാ ഓ കേട്ടില്ലെങ്കിലും ഇങ്ങനെ അഭിനയിക്കുക. അംജിതാനകത്തൊക്കെ ഉള്ളത് വോക്കൽ ട്രിക്കറിയാണ്. ഇപ്പൊ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മിഷൻ ഓഫ് ചെയ്യണം എന്ന് പറയുമ്പോൾ സിബിടുമ്പോ ഓഫ് ചെയ്ത് എന്ന് പറയുന്നതിന് രഹസ്യം പറഞ്ഞില്ലേ. പക്ഷെ ഈ മണ്ടറാന്നുള്ള പ്രേക്ഷകൻ അറിയാം. വളയാണ് കഥാനായകൻ. വീഡിയോസ് കണ്ടു തീർത്തേ ദാസ്ത എന്ന് പറഞ്ഞിട്ട് ശരിക്കും അത് കാണുമ്പോ ഒരു നല്ലൊരു പ്രണയം കൂടെ ഈ സിനിമയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് പ്രണയിക്കാൻ അറിയാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ. ശരിക്കും എനിക്കറിയാം. അല്ല പ്രണയിക്കാൻ അറിയാമല്ല, എനിക്ക് വന്നൊരു പ്രായമാകുമ്പോഴാണ് ശരിക്കും പറഞ്ഞ പ്രണയം എന്നുള്ളത് തോന്നുന്നു. എനിക്ക് എൻ്റെ ഭാര്യയെ ഞാൻ വിവാഹം കഴിച്ചു 18-ാമത്തെ വയസ്സിലാണ്. അവൾക്ക് 18 വയസ്സിൽ. അന്നേരം ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഇഷ്ടമാണോ ഇപ്പം എന്ന് ചോദിച്ചു. ഇപ്പം 47 വർഷമായി ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട്. അവളില്ലാതെ പല കാര്യങ്ങളും എനിക്ക് പറ്റില്ല. അയ്യോ ഇവിടുന്ന് അപ്പൻ്റെ വീടിന്റെ വാതിൽക്കൽ കൂടി നടന്നു പോകണം. എൻ്റെ വണ്ടിയെ പോവാണ്. അവിടെ ആകുമ്പോ ഒരു എന്നെ വല്ലവരും എന്റെ മനസ്സ് വല്ലവരും കാണുന്നുണ്ടോ, വല്ലവരും ഇത് അറിയുന്നുണ്ടോ എന്നൊക്കെ ഭയങ്കര ഭയമാണ്. ഇന്നത്തെ കാലം പോലെ ഒന്നുമല്ല. പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് വലിയ പ്രശ്നമാണ്. ഒന്ന് കണ്ടു കഴിയുമ്പോ വേറെ. ഞാൻ ഷോർട്സ് ഇട്ട സമയത്ത് പ്രണയിക്കാൻ തുടങ്ങിയ. പിന്നെ ഒരുപാട് നാളിന് ശേഷമാണ് എനിക്ക് എന്തൊരു ചെറുപ്പ വേഷം. അങ്ങനെ അത് ഞങ്ങളുടെ ആൾക്കാരുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഞങ്ങൾ പ്രണയങ്ങള് ഫേസിലൂടെ കാണിക്കുക അല്ലെങ്കിൽ എക്സ്പ്രഷനിലൂടെ കാണിക്കുന്ന ഒരാളാണ് ലുക്മാൻ. ഇതൊക്കെ ഞങ്ങൾ ആരോടും പറയാത്ത സീക്വൻസ് കേട്ടോ. കിട്ടിപ്പോയി നിങ്ങൾക്ക്. രാവിലെ ഞങ്ങളെ മിണ്ടിപ്പോരെന്ന് പറഞ്ഞ് ഞങ്ങൾ കയറ്റി വിട്ടു. ഒരിക്കലും കഴിഞ്ഞു. അതൊരു എൻഡിങ് ഇല്ലല്ലോ. ഇത് ആർട്ട് എന്നൊക്കെ പറയുമ്പോ ഇറ്റ്സ് ലൈക്ക് എ നെവർ എൻഡിങ് തിങ്. നമ്മൾ വി കീപ് ലേണിംഗ്. എല്ലാവർക്കും തോന്നുന്നില്ല ശാന്തിയാവും. ഇയാള് വലിയ നടന്നാന്ന് പറഞ്ഞു ഇതൊക്കെ ചെയ്യാന്ന് അറിയാൻ പറ്റും എന്നുള്ള ലൈനാണ് വിചാരിച്ചെങ്കിലോ നമ്മൾ ചെയ്യുന്ന ചെയ്യേട്ടാ ഒരു സമയം കളയാതെ എന്നൊക്കെ പറഞ്ഞു. എന്താ നമ്മളതും ഗ്ലിസറിനൊക്കെ ഒഴിക്കുമ്പോഴാണ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ആക്ഷൻ ഡയലോഗ് ഒന്നും മനസ്സിലാവില്ല പെട്ടെന്ന്. പക്ഷെ ആ ശബ്ദം ഇല്ലാതെ വന്നപ്പോ ശബ്ദം ഇല്ലല്ലോ എന്നുള്ള വിഷമമായി. ശീലങ്ങളല്ലേ. അല്ല മോണിറ്റർ കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആഫ്റ്റർ 24 years I'm coming back for ഞണ്ടുകളുടെ നാട്ടിൽ. So there was like a whole big transformation. ഞാനല്ലെങ്കിലും അങ്ങനെ വലിയ അത് ഞാൻ ചെയ്യുന്നില്ല. ഞാൻ വരുന്ന സിനിമകളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അല്ലാതെ പക്ഷെ എൻ്റെ അടുത്ത് അങ്ങനത്തെ പടങ്ങളായിരിക്കും വരുന്നത്. തീരെ അങ്ങനെ മോശമായിട്ട് വരാറില്ല. പിന്നെ തീരെ പറ്റില്ല എന്ന് നമുക്ക് തോന്നി കഴിഞ്ഞാൽ പറയും അത് ഞാൻ ചെയ്താൽ ശരിയാകില്ല, മാറാം. അത് വളരെ അപൂർവമാണ്. അല്ലാതെ സെലക്റ്റീവ് ആകാനൊന്നും പറ്റില്ല. സെലക്റ്റീവ് ആകാന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ഇരിക്കേണ്ടി വരും. ഇപ്പം ലോകാവുന്ന സിനിമ വന്നിരിക്കുന്നു. അത് തെലുങ്കിൽ എടുക്കുകയാണെങ്കിൽ ആ സിനിമ അങ്ങനെ സിനിമ എടുക്കണമെങ്കിൽ 250 കോടി വേണമെന്ന് പറയുന്നത്. ഇവിടെ അത് 35 കോടിക്ക് എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പിള്ളേർ മോശം അങ്ങനെ വേണം നമ്മൾ അവരെ കാണാൻ. നമ്മുടെ കുട്ടികൾ ഇപ്പോഴത്തെ ന്യൂജൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മിടുക്കന്മാരാണ്.
ഹായ് ഹലോ നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. വള എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഈ സിനിമയിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത 4 പേരാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. നമസ്കാരം. വള എന്ന പേര് കേട്ടപ്പോൾ ഒരു കൗതുകം ഉണ്ടായിരുന്നു. ആൻഡ് ടീസ്റ്റർ കണ്ടപ്പം പോസ്റ്റ് കണ്ട സമയത്ത് വള തന്നെ ഒരു പ്രധാന കഥാപാത്രമാണെന്ന് തോന്നി. ശരിക്കും വളയെ ചുറ്റിപ്പറ്റി പോകുന്ന ഒരു കഥയാണോ വള? അതെ പിന്നെ സ്റ്റോറി ഓഫ് എ ബാംഗിൾ ആണല്ലോ അതിലിട്ടിരിക്കുന്നത്. അതെ, ഒരു വളയാണ് കഥാനായകൻ. അതെ, കഥാനായകൻ പുള്ളി വളയാണ്. വന്നിട്ടില്ല, വേറെ ഷൂട്ടായിട്ട്. ശരിക്കും അതൊരു കൗതുകം ഉണ്ടാവില്ല. ഇപ്പൊ മോതിരം ചുറ്റിപ്പറ്റി സിനിമകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ ചില വസ്തുക്കളെ പറ്റി പ്രധാന വേഷത്തില് അല്ലെങ്കിൽ അതൊരു കഥാപാത്രം മോതിരം ഏതാണല്ലേ? ഒരു ഷൈൻ ടോം ചാക്കോയുടെ ഒരു മോതിരം ഓ മറ്റേ ബാലു വർഗീസ്. ഉണ്ട്. അപ്പൊ വള അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ച് കൗതുകമാണ് സിനിമ കാണാൻ വേണ്ടിട്ട്. അത് എങ്ങനെയാണ് കഥ പറഞ്ഞു പോകുന്നത്? നിങ്ങളെയും ശരിക്കും എക്സൈറ്റഡ് ആക്കിയത് എന്തായിരുന്നു ഈ സിനിമയിൽ വരുമ്പോ? എനിക്ക് ഈ പറഞ്ഞ ഞാൻ ഈ പിള്ളേരുടെ കൂടെ ഒക്കെ അഭിനയിക്കുന്നുള്ള എന്നെ ലുക്മാനൊക്കെ ഞാൻ അവിടെ വെച്ചാ കാണുന്നത്. അതെ പിന്നെ ശാന്തിയുടെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ഞങ്ങൾ ഒരുപാട് വർഷമായി ഞങ്ങൾ രണ്ടുപേരും ഫീൽഡിലുണ്ട്. പക്ഷെ ഇതുവരെ നേരിട്ട് ഏറ്റുമുട്ടിയിട്ടില്ല. പരിചയമുണ്ട്, വർത്തമാനമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒന്നിച്ച് സിനിമയിൽ അഭിനയിക്കുന്നതും പക്ഷെ ഒരു സിനിമ ഞങ്ങളുണ്ട്, പക്ഷെ ഞങ്ങൾ ഒന്നിച്ചില്ല. പക്ഷെ അങ്ങനെ നേരിട്ട് ആദ്യമായിട്ട് അഭിനയിക്കുന്നു. ഒന്നല്ല 2 പടത്തിലുണ്ട്. ഇപ്പഴാ ഓർത്തത്. കുഞ്ചാക്കോ ബോബന്റെ വേറൊരു പടം ഉണ്ടായിരുന്നു, മറ്റേ മാംഗല്യം തന്തുനാനി. ചേട്ടൻ പാടിയിട്ടുണ്ട്, ഞാൻ പാടിയിട്ടുണ്ട്. ആ ഒരു കല്യാണ സീൻ. ഓക്കെ ഓക്കെ ഓക്കെ. ഈ പലപ്പോഴും ഈ പ്രൊമോഷനിൽ വരുമ്പോഴാണ് കൂട്ടത്തിൽ അഭിനയിച്ച ആൾക്കാരെ കാണുന്ന പോലും. കുറെ സിനിമ ചെയ്തിട്ടുണ്ടാവും. ശരിയാണ്. കോമ്പിനേഷൻ ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെയല്ലേ പറ്റൂ. അതെ അതെ അതെ. ഞാൻ ആദ്യ സിനിമയുടേത് പാട്ട് കേൾക്കുന്നത് നിങ്ങളുടെ 2 പേരുള്ള ഒരു സോങ് ആണ്. ശരിക്കും കഥ സിനിമ കണ്ട് തീരുന്ന പോലെയാണ് ഞാൻ ശരിക്കും ആ വീഡിയോസ് കണ്ടു തീർത്തേ. ദാസ്ത എന്ന് പറഞ്ഞിട്ട് ശരിക്കും അത് കാണുമ്പോൾ ഒരു നല്ലൊരു പ്രണയം കൂടെ ഈ സിനിമയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഒരു പ്രണയം മാത്രമല്ല, ഇവരുടെ പ്രണയമുണ്ട്, പിന്നെ ധ്യാന്റെ പ്രണയമുണ്ട്, പിന്നെ ഞങ്ങളുടെ പഴകിയ പ്രണയമല്ല, ഭാര്യ ഭർത്താക്കന്മാരായിട്ട്. അപ്പൊ എനിക്ക് പ്രണയിക്കാൻ അറിയാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. ശരിക്കും എനിക്കറിയാൻ അല്ല, പ്രണയിക്കാൻ അറിയാൻ സിനിമയില് അല്ല, എനിക്ക് പ്രണയമില്ലെന്നല്ല. ഉണ്ട്, ഞാൻ പറഞ്ഞു. പക്ഷെ സിനിമയിലെ പ്രണയം പോലെ അല്ല എന്റെ പ്രണയം എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മള് പക്ഷെ എന്നാലും അത് ശാന്തിയുടെ കൂടെ ആയതുകൊണ്ട് ശാന്തി എന്നെ ഒരുപാട് സഹായിച്ചു. അങ്ങനെ ചില സീക്വൻസുകളൊക്കെ അഭിനയിക്കാൻ അത് ശരിയാക്കാം, ഇപ്പൊ ശരിയാവും. സന്തോഷം. പ്രണയത്തിന് ശരിക്കും പ്രായപരിധി ഉണ്ടോ? കാരണം ഇപ്പം ആദ്യ പ്രണയം പറയും, 40കൾക്ക് ശേഷമുള്ള ഒരു പ്രണയം പറയും. ശരിക്കും പ്രണയത്തിന് ഒരു പ്രായപരിധി കൊണ്ട് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് പ്രായമാകുമ്പോഴാണ് ശരിക്കും പറഞ്ഞ പ്രണയം എന്നുള്ളത് തോന്നുന്നു. എനിക്ക് എൻ്റെ ഭാര്യയെ ഞാൻ വിവാഹം കഴിച്ചു 18ാമത്തെ വയസ്സിലാണ്. അവൾക്ക് 18 വയസ്സിലുള്ളൂ. അന്നേരം ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഇഷ്ടമാണോ ഇപ്പം എന്ന് ചോദിച്ചാൽ ഇപ്പം 47 വർഷമായി ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പോഴിപ്പോഴും കൂടുതൽ ഇഷ്ടം തോന്നുന്നത്. അത് ഇഷ്ടം വേറെ അർത്ഥത്തിൽ എന്താ പറയാ, അതിനൊരു പ്രണയം എന്നൊന്നും അല്ല. എന്റെ കൂടെ ഏറ്റവും കാലം ജീവിച്ച ഒരാളല്ലേ. വളരെ ചെറുതാ അങ്ങനെ വാക്ക്. അതായത് പ്രണയം പിന്നെ എന്റെ ശ്വാസനിശ്വാസങ്ങൾ പോലും അറിയാവുന്ന, എന്റെ ഓരോ നോട്ടത്തിന്റെ പോലും അർത്ഥം അറിയാവുന്ന, അവളുടെ തിരിച്ചു എനിക്ക് അതുപോലെ തന്നെ. അവളില്ലാതെ പല കാര്യങ്ങളും എനിക്ക് പറ്റില്ല. അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരുന്ന അത് നമ്മൾ ഉണ്ടാക്കിയെടുത്തതല്ല. പ്രണയിക്കും ഈ നമ്മുടെ സോക്കോൾഡ് പ്രണയം ഉണ്ടല്ലോ, പ്രണയിക്കും അപ്പോഴാണ് ഒരാളെ ഏറ്റവും കൂടുതൽ അഭിനയിക്കുന്നതെന്ന് എനിക്ക് തോന്നണേ. ഇപ്പം നമ്മൾ ഇപ്പം ചെറുപ്പത്തിൽ ഞാൻ പ്രണയിക്കുമ്പോൾ പെണ്ണെ കാണണമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ അയ്യോ ഇവിടുന്ന് ആന്തലാണ്. ആ പെണ്ണിന്റെ വീടിന്റെ വാതിൽക്കൽ കൂടെ നടന്നു പോകണം. എന്റെ വണ്ടിയെ പോവാണ്. അവിടെ ആകുമ്പോ ഒരു പിന്നെ വല്ലവരും എന്റെ മനസ്സ് വല്ലവരും കാണുന്നുണ്ടോ, വല്ലവരും ഇത് അറിയുന്നുണ്ടോ എന്നൊക്കെ ഭയങ്കര ഭയമാണ്. ഇന്നത്തെ കാലം പോലെ ഒന്നുമല്ല. പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് വലിയ പ്രശ്നമാണ്. അങ്ങനത്തെ ഭയങ്ങള്, പരിഭ്രാന്തികള്. പിന്നെ ഒന്ന് കണ്ടു കഴിയുമ്പോ വേറെ, പിന്നെ കാണണമെന്ന് വിചാരിക്കുമ്പോ നമ്മൾ ഒരുങ്ങും, നമ്മൾ ഡ്രസ് ചെയ്യുന്നത് കോളർ ശരിയാണോ, നമ്മുടെ അന്ന് ഞാൻ ഷോർട്സ് ഇട്ട സമയത്ത് പ്രണയിക്കാൻ തുടങ്ങിയ. ഞാന് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ
ഭയങ്കര പ്രണയം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ അന്നൊക്കെ പ്രണയിക്കുമ്പോ അതൊരു വേറെ ഫീലാണ്. പക്ഷെ ഇപ്പം മനസ്സിലായി അതൊന്നും അല്ല പ്രണയം. അപ്പൊ ഇപ്പഴത്തെ ഇതിനും പ്രണയം എന്നുള്ള വാക്ക് ഉപയോഗിക്കണ്ട, വേറെ എന്തെങ്കിലും വാക്ക് ഉപയോഗിക്കാം. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഞാനും ശാന്തിയായിട്ടുള്ള ഇതിനകത്തെ പ്രണയം വേറൊരു വലിയ പ്രണയമാണ്. ഇപ്പൊ ഈ പറഞ്ഞൊരു മൂടൊക്കെ തന്നെയാണ് അങ്ങനത്തെ ഒരു ഇഷ്ടങ്ങൾ ആ പ്രായവ്യത്യ. എന്നാൽ ഞങ്ങൾ വലിയ വാർദ്ധക്യത്തിൽ പ്രവേശിച്ച ആൾക്കാരൊന്നുമില്ല. പിന്നെ ഒരുപാട് നാളിന് ശേഷമാണ് എനിക്ക് എന്തൊരു ചെറുപ്പ വേഷം കിട്ടിയത്. അതെ, ഭയങ്കര യങ് ആയിട്ടുണ്ട് സോങ്സിലായാലും. അങ്ങനെ അത് ഞങ്ങളുടെ ആൾക്കാരുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമ്മൾ യങ് ആവും. ഇപ്പൊ തിരിച്ചു വരുമ്പോ ഭയങ്കരമായിട്ട് ഈ പ്രണയങ്ങള് ഫേസിലൂടെ കാണിക്കുക അല്ലെങ്കിൽ എക്സ്പ്രഷനിലൂടെ കാണിക്കുന്ന ഒരാളാണ് ലുക്മാൻ. ലുക്മാന്റെ ഒരു പ്രണയം ഭയങ്കര രസമാണ്. അതിപ്പോ പെരുമാലിൽ ഞാൻ കണ്ടപ്പോഴും ഒരു പ്രേമം തോന്നിപ്പോ. അതെ, ശരിക്കും എങ്ങനെ ഇത്ര ഈസി ആയിട്ട് പ്രണയിക്കുന്നത്? അറിയില്ല, അങ്ങനെ അതിന് മാത്രം പ്രണയ സിനിമകളൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് സുലൈഖ മനസ്സിലും പെരുമാനി അങ്ങനത്തെ സിനിമകളൊക്കെ ഉള്ളൂ. പിന്നെ ഈ സിനിമയിലും കുഴപ്പമില്ലാത്തൊരു പോരെ. ശരിക്കും ഗോളിന് ശേഷം അല്ലെങ്കിൽ അതിനുശേഷം ഒരു സിനിമ ചെയ്തു എങ്കിലും ഞങ്ങൾ കാണുന്നത് ഗോളിന് ശേഷം റിലീസ് ആവുന്ന പോകുന്ന ചിത്രം എന്ന രീതിയില്ല. സോ ഈ സിനിമയിലേക്ക് വരുമ്പോൾ നായികയായിട്ട് വരുന്നു. സോ എങ്ങനെയാണ് വളയിലേക്ക് എത്തുന്നത്? വളയിലേക്ക് ഓഡിഷൻ വഴി തന്നെയാണ് ചെയ്യുന്നത്. ഗോളത്തിന് ശേഷം കൊടുത്തൊരു ഓഡിഷൻ. ഓക്കെ. ഈ പോലീസ് വേഷങ്ങൾ ഡയറക്ടർ സ്റ്റേജിൽ പറയുന്നുണ്ടായിരുന്നു ഒരൊറ്റ സീനിൽ മാത്രമേ പോലീസ് വേഷം ചെയ്യുന്നുള്ളൂ, ഐ മീൻ പോലീസ് യൂണിഫോം ഇടുന്നുള്ളൂ, ബാക്കി യൂണിഫോം ഇടാതെയാണ് പോലീസ് ആണെന്ന് നമുക്ക് തോന്നണം. അത് ശരിക്കും എത്രത്തോളം ബുദ്ധിമുട്ടാണ് ശരിക്കും അത് കാണിക്കാൻ അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ? എപ്പോഴും ഒരു പോലീസ് വേഷം ഇടുന്ന സമയത്താണ് ഞാൻ പോലീസാണ് എന്നൊരു സാധനം നമുക്ക് വരിക. സോ വേഷം യൂണിഫോം അല്ലാതെ പോലീസ് വേഷം ചെയ്യുന്നത് ശരിക്കും എത്രത്തോളം ഈസിയാണ് അല്ലെങ്കിൽ ടഫാണ്? എങ്ങനെയാ? ഈസി ടഫ് ഒന്നുമില്ല. ഇതിപ്പോ പോലീസാണെന്നുള്ള ബോധ്യം നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളത് ആണ് തോന്നുന്നത്. അങ്ങനെ അത്ര വേണ്ടുള്ളൂ. പിന്നെ സ്വാഭാവികമായിട്ടും ആ സീനും സീക്വൻസും ഡയറക്ടറും എല്ലാവരും ചുറ്റുള്ളവരൊക്കെ വരുമ്പോൾ നമ്മൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ വരുമ്പോൾ നമ്മൾ അതിലോട്ട് വരും. തോന്നുന്നു ഈ സിനിമയിൽ ഈ പറഞ്ഞ പോലെ പോലീസ് എന്ന് പറഞ്ഞാൽ തോന്നുന്നു സ്റ്റേഷനിൽ ഒറ്റ സീനുള്ളൂ. കാരണം സിനിമയുടെ കഥ പോകുന്നത് ഈ പോലീസ് സ്റ്റോറിയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. ഈ പറഞ്ഞ ഈ വള നേരത്തെ പറഞ്ഞ പോലെ വളരെ ആസ്പദമാക്കിയിട്ടാണ് സിനിമയുടെ സ്റ്റോറി പോകുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ വള എന്ന് പറയുന്നത് നമ്മൾ ബസ് വെച്ച ഡ്രസ് അല്ലേ? അത്ര തന്നെ ഉള്ളൂ. അവിടുന്ന് രണ്ട് സ്ഥലത്തുണ്ട് കേട്ടോ, രണ്ട് ഞങ്ങൾ ബസ്സിലെ സീക്വൻസിലുണ്ട്, ഇവിടെയുണ്ട്, രണ്ട് സ്ഥലത്തുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ആരോടും പറയാത്ത സീക്വൻസ് കേട്ടോ. കിട്ടിപ്പോയി നിങ്ങൾക്ക്. ബസ് എന്താന്ന് പറഞ്ഞില്ല. ഏത് കളറാണ്, ഏത് നമ്പറാണ്? അപ്പൊ എനിക്ക് മനസ്സിലായി ബസ് എന്ത് ഇമ്പോർട്ടന്റ് ആണ്. അത് അല്ല, സിനിമയിലെ ഇമ്പോർട്ടന്റ് ഏരിയ തന്നെയാണ് അത്. ഈ ചില സിനിമകൾ തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട് ആർട്ടിസ്റ്റ് ഭയങ്കര ഒരു കൊതി വരും. കാരണം അവർക്ക് കഥ അറിയാം, ഇതെന്തായാലും തിയേറ്ററിൽ പോയി കാണണം, തിയേറ്ററിൽ ഇത് പ്രേക്ഷകർ കാണണം, അങ്ങനെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് വള. പിന്നെ എല്ലാ സിനിമകളും ഞാൻ എന്നെ സംബന്ധിച്ച് എല്ലാ സിനിമകളും പ്രേക്ഷകൻ എന്തായാലും സിനിമയാവുള്ളൂ. അപ്പൊ ഞാനൊരു സിനിമ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ സിനിമ വിചാരിച്ച് ഇന്ന ആൾക്കാരെ വിചാരിച്ച് ഞാൻ അങ്ങോട്ട് മനസ്സിൽ വിചാരിച്ചോണ്ട് വീട്ടിലിരുന്ന പോലും സ്വാന്ത സുഖായ സിനിമ ഡയറക്റ്റ് ചെയ്തു. നമുക്ക് എപ്പോഴും ഇത് മറ്റൊരാൾ കാണുമ്പോഴല്ലേ നമ്മുടെ സിനിമയാവുന്നുള്ളൂ. മറ്റേ നമ്മൾ അഭിനയിച്ചു, അതിന്റെ ഷോട്ട് അഭിനയിച്ചു, ഷോട്ട് നന്നായിരുന്നു, ഗംഭീര കലക്കി, അടുത്ത ഷോട്ട് അഭിനയിച്ചു, അതാണോ സിനിമ? ഇതെല്ലാം ചെയ്തതിന്റെ പ്രോസസ്സിങ് എന്തെല്ലാം ഉണ്ട്. ഡബ് ചെയ്തു, അതിന്റെ എഡിറ്റ് ചെയ്തു, പിന്നെ മ്യൂസിക് എല്ലാം വന്നിട്ട് മറ്റേ മിക്സിങ് എല്ലാം കഴിഞ്ഞ് അത് മറ്റൊരു സാധനം. അത് ഒരു പ്രോഡക്റ്റായി തീരുമ്പോൾ അതെങ്ങനെ ഇരിക്കുന്നു എന്നറിയണ്ടേ. അത് മാത്രം നമ്മൾ കാണുന്നതല്ല സിനിമ. നമുക്ക് പല കാര്യങ്ങളും അറിയാമല്ലോ. നമുക്ക് ഒരു ഈ വളർന്ന സിനിമയുടെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. തിയേറ്ററിൽ കാണുമ്പോൾ പ്രേക്ഷകൻ എങ്ങനെ പ്രതികരിക്കുന്നു അതൊക്കെ വളരെ ഫ്രഷ് ആയിട്ട് കുറെ ആളുകൾ ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ എന്തായിരിക്കും അവർക്ക് അതിന് ഒരു മുൻവിധികളും ഇല്ലല്ലോ. പക്ഷെ നമുക്കിതെല്ലാം അറിയാം. ഈ ക്യാരക്ടർ ഇപ്പൊ വരും, ആ ക്യാരക്ടർ ഈ ഡയലോഗ് പറയും. അതുകൊണ്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഒട്ടും ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത ഒരാൾ ഡയറക്ടർ ആയിരിക്കും. അയാൾക്ക് എന്ത് അറിയാൻ പറ്റുന്നത്? അയാൾ കണ്ട് അത് വേണോ ഇത് വേണോ, അല്ല ഇതാ ശരി, അല്ല ഇങ്ങനെ ചില കൺഫ്യൂഷൻ വന്നിട്ട് അങ്ങനെയാണ് ഓരോ ഷോട്ടുകളും. പിന്നെ മ്യൂസിക് അത് വേണോ ഇത് വേണോ എന്നാ ഇത് അങ്ങനെ എല്ലാം ഫിക്സ് ചെയ്യല്ലേ. അതിനുശേഷം ചിലപ്പോൾ പടം കാണുമ്പോൾ അയ്യോ അതങ്ങനെ അല്ലായിരുന്നു വേണ്ടത് ചിലപ്പോൾ തോന്നാം. പിന്നെ നമുക്കൊണ്ട് ഞാൻ അഭിനയിച്ച പടങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് വിലപ്പോൾ തോന്നും, അത് ചില സാധനമൊക്കെ അത് അങ്ങനെ ഡബ് ചെയ്ത് അത് അങ്ങനെയല്ല ഡബ് ചെയ്യണ്ടേ അങ്ങനെ തോന്നും.
തീർച്ചയായിട്ടും നമുക്ക് ബെസ്റ്റ് പെർഫോമൻസ് നമുക്ക് അങ്ങനെ ഒരിക്കലും ഒരിക്കലും കഴിഞ്ഞു. ഐ മീൻ അതൊരു എൻഡിങ് ഇല്ലല്ലോ. ഇത് ആർട്ട് എന്നൊക്കെ പറയുമ്പോ ഇറ്റ്സ് ലൈക്ക് എ നെവർ എൻഡിങ് തിങ്. നമ്മൾ വി കീപ് ലേണിംഗ്. സമാധാനം എല്ലാവർക്കും തോന്നുന്നില്ല. 100% അത് അങ്ങനെ തന്നെയാ. ഒരിക്കലും നമുക്ക് ഒരു കംപ്ലീറ്റ് ആക്ടർ എന്ന് ആർക്കും നമ്മൾ ലാലേട്ടനായാലും കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞാലും ഐ എം ഷുവർ ഇൻ ഹിസ് മൈൻഡ് ഇപ്പോഴും ഏതെങ്കിലും ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മൾ അത് അങ്ങനെ ചെയ്യണമായിരുന്നു ഇങ്ങനെ തീർച്ചയായിട്ടും ഉണ്ടാവും. ഏത് ആർട്ടിസ്റ്റ് ആണെങ്കിലും അവര് ക്രിയേറ്റീവ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു തോട്ട് വരണം. വന്നിട്ടില്ലെങ്കിലാണ് അത്ഭുതം. ഇതിപ്പം 80 മുതൽ തന്നെ ആക്റ്റീവായിട്ടുള്ള സിനിമയിൽ സജീവമായിട്ടുള്ള ആളുകളാണ്. ഇപ്പൊ 2025 എത്തി നിൽക്കുകയാണ്. ഇപ്പൊ സിനിമയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ടെക്നിക്കലായാലും സ്ക്രിപ്റ്റിലായാലും അഭിനയത്തിലായാലും ഒത്തിരി മാറ്റം വന്നു. അപ്പൊ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കാന്ന് പറയാറുണ്ടല്ലോ. ഇപ്പൊ പുതിയ ഡയറക്ടേഴ്സ് കിഷ്ടിക കാടും പോലത്തെ ഒരു ഡയറക്ടറുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്നു. ഇപ്പൊ പുതിയ ഡയറക്ടേഴ്സ് വന്ന് നമ്മൾ പുതിയ കഥ പറയുന്നു, അവരുടെ പുതിയൊരു തോട്ട് പറയുന്നു. ആ സമയത്ത് ശരിക്കും എങ്ങനെയാ അത് എടുക്കുക, എങ്ങനെയാ അത് കൺസീവ് ചെയ്യുക, ശരിക്കും അതിന്റെ ഒരു പ്രോസസ്സിങ് എങ്ങനെയാ ശരിക്കും പുതിയ ഡയറക്ടേഴ്സ് പുതിയ കാലഘട്ടത്തിലെ ആളുകളായിട്ട് ഒരു വ്യത്യാസം ഒന്നും തോന്നിയിട്ട്. അഫ്കോഴ്സ് ഇപ്പൊ ഇന്ന് നമ്മള് പണ്ടത്തെ ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോ അവർക്ക് ലെജൻഡറി ആണ്. അവർ വെറുതെ കാരണം എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ കൂടുതലും നമുക്ക് തോന്നുന്നത് they didn't have any of this technology with them. എന്നിട്ടും അവരുടെ മൈൻഡിലാണ് ഈ കംപ്ലീറ്റ് സാധനങ്ങൾ അവർ മോണിറ്റർ ഇല്ലല്ലോ. മോണിറ്റർ ഇല്ല. റഷസ് അവര് ക്യാമറാമാൻ ഇതിനകത്തോട് നോക്കുന്ന മറ്റേ ക്യാമറാമാന് പോലും ചെറിയ സ്ക്രീൻ ഇല്ല. ക്യാമറാമാൻ ഈ ഹാളിൽ കൂടെ ഒരു കണ്ണ് അടച്ചു പിടിച്ച് കാണുന്ന കാഴ്ചയേ ഉള്ളൂ. ഓക്കെ എന്നിട്ട് ഒരാൾ ഇവിടെ നിന്ന് കാണുകയല്ലേ. ഇവിടെ നിന്ന് കാണുമ്പോൾ നമ്മൾ വേറെ സംഭവമുണ്ട്. നമ്മള് സിനിമയിൽ അഭിനയിക്കുന്നത് നമ്മൾ നാടകം കാണുന്ന പോലെ വ്യത്യാസമില്ലേ. നാടകത്തിൽ അഭിനയിച്ചത് എന്ന് വെച്ചാൽ ഇയാള് ആ ഡയറക്ടർ എന്ന് പറഞ്ഞ ആൾ അവിടെ നിന്നിട്ട് സിനിമയിൽ ഇയാളെ ഫേസ് എങ്ങനെ ആക്കുമെന്ന് ഈ ഫ്രെയിമിൽ എത്ര പേരുണ്ട്, അതിന്റെ എഡ്ജ് എവിടെയാണ്, ഈ എഡ്ജ് അവിടെ നിന്ന് അതാണ് ഫ്രെയിം. ആ ഫ്രെയിം മനസ്സിൽ കണ്ടോ ഓക്കെ എന്ന് പറയുന്നത്. അത് ക്യാമറ ഓക്കെ അല്ലേ, ഓക്കെ ഇതാണ്. പിന്നെ അത് അങ്ങോട്ട് അയക്കും. 2 ദിവസം കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞ് പറയും പ്രിന്റ് അടിച്ചു, അടിച്ചു എന്നാ മറ്റേ റഷസ് അടിച്ചു, റഷ് നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവന് അടുത്തത് ചെയ്യുന്നത്. ഇവിടെ ഇതാ അന്നേരം ക്യാമറ ഇവിടെ ടി വി കാണുകയല്ലേ ഭയങ്കര അത്ഭുതം തോന്നുന്നു. അല്ല റഷസ് കണ്ടു കഴിഞ്ഞിട്ടാണ് പിന്നെ എന്തെങ്കിലും അതിലെ പ്രശ്നം ഉണ്ടെങ്കിൽ റീഷൂട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും ഹോൾ സെറ്റപ്പ് അവര് ഒരു ഷോർട്ട് ഒരു സീൻ ഒരു ഷെഡ്യൂളില് തന്നെ ഉണ്ടാക്കണം. അത് വീണ്ടും എടുക്കണമെങ്കിൽ ഞാൻ ആ സൗണ്ട് ക്യാമറ റോൾ ചെയ്താല് ക്യാമറയുടെ സൗണ്ട് ഉണ്ടാവും. അല്ല അത് നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ചിലപ്പോ പെട്ടെന്ന് ഡയലോഗ് മറന്നു പോകും. നമ്മൾ അത് ഗ്ലിസറിനൊക്കെ ഒഴിക്കുമ്പോഴാണ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ആക്ഷൻ പെട്ടെന്ന് ഡയലോഗ് ഒന്നും മനസ്സിലാവില്ല പെട്ടെന്ന്. പക്ഷെ ആ ശബ്ദം ഇല്ലാതെ വന്നപ്പോ ശബ്ദം ഇല്ലല്ലോ എന്നുള്ള വിഷമമായിരുന്നു. ഇതെന്താ ഷൂട്ട് ചെയ്യുന്ന എന്നൊരു ഫീലിംഗ് ആയിരുന്നു. അങ്ങനൊക്കെ നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ബട്ട് സെയിം തന്നെയാണ്. ഇപ്പൊ ഇന്നിപ്പോ പിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ ദേ ആർ ഓൾസോ വെരി വെരി സ്മാർട്ട് ആൻഡ് വെരി ഇന്റലിജന്റ്. അവരുടെ വേ ഓഫ് തോട്ട്സ് ദ പെർസ്പെക്ടീവ്സ് ഡിഫറെന്റ് ആണ്. ഇന്നത്തെ കാലം അനുസരിച്ചുള്ള പടങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ അവർക്ക് ഇൻഫാക്ട് ചില ഇപ്പോഴത്തെ ഡയറക്ടേഴ്സ്, ഞാൻ അൽത്താഫിന്റെ ഒക്കെ ഞണ്ടുകളൊക്കെ അഭിനയിക്കുമ്പോ അൽത്താഫ് ഹാഡ് നോ സ്കൂപ്പ്. അങ്ങനെ ഒരു ഇതില്ലായിരുന്നു, ഒരു ഹെസിറ്റേഷൻ. അതായത് ഇപ്പൊ ശാന്തി മാം അല്ലേ, അപ്പൊ എങ്ങനെയാണ് മാമിന്റെ അടുത്ത് ഇന്ന സീനിൽ ഇങ്ങനെ വേണ്ട, കുറച്ച് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരു ഹി ഡിഡ്ന്റ് ഹാവ് എനി പ്രോബ്ലംസ്. കാരണം ഞാനും ഫസ്റ്റേ പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ഹാവ് ടു ടെൽ മീ. കാരണം അല്ലെങ്കിൽ നമുക്കത് അറിയിപ്പോ അവർ പറയുന്നത് കറക്റ്റ്, ഇങ്ങനെ പോയി പറ, നീ പോയി പറ എന്നൊക്കെ പറ. ആ സ്റ്റൈലാണെങ്കിൽ പിന്നെ നമുക്ക് ആ ഡയറക്ടറിനോട് വലിയൊരു റെസ്പെക്ട് ഫീൽ ചെയ്യാതായി പോകും. കാരണം ചെറുപ്പം പിള്ളേരെ അവർക്ക് തന്നെ അറിഞ്ഞൂടാ, പിന്നെ എന്തിനാ ആ സ്റ്റൈലോ. സോ ദെൻ ദ ആർട്ടിസ്റ്റ് വിൽ സ്റ്റാർട്ട് ഡോമിനേറ്റിംഗ് ദ ഡയറക്ടർ. അങ്ങനെ ആയി പോകും. സോ എനിക്ക് അത് ഇഷ്ടമല്ല. ഐ വാണ്ട് ദ ഡയറക്ടർ ടു ടെൽ മീ വാട്ട് യു ആർ ഡൂയിങ് ഇസ് റൈറ്റ് ഓർ റോങ്. ആൻഡ് അതിനനുസരിച്ച് ഐ ലൈക്ക് ടു ഡിസ്കസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. അതിനനുസരിച്ച് നമുക്ക് അത് നല്ലതാക്കുക. ലൈക്ക് നേരത്തെ കുട്ടൻ പറഞ്ഞില്ലേ, ഈ ഭയങ്കര ലൗഡാണോ കുറവാണോ അഭിനയിക്കാനുള്ള ഇതൊക്കെ നമുക്ക് പഠിക്കാനും ഒക്കെ പറ്റി. അതൊരു ബ്രേക്കിന് ശേഷം കൂടി വരുമ്പോൾ നമ്മൾ എപ്പോഴും നായികയുടെ ലൗഡ് ആയിട്ടായിരുന്നു പണ്ട് അഭിനയിച്ചത്. ഇന്ന് ഭയങ്കര സെറ്റിൽ ആയിട്ട് നമ്മൾ മോണിറ്റർ കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആഫ്റ്റർ 24 years I'm coming back from ഞണ്ടുകളുടെ നാട്ടിൽ. So there was like a whole big transformation. ഇവര് വർക്ക്ഷോപ്പ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു. ഞാൻ പറഞ്ഞു വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ അയ്യോ മാമിന് ഓഡീഷൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ, ചുമ്മാ നമ്മൾ എല്ലാവരും കാണാൻ വേണ്ടി മാം കംഫർട്ടബിൾ ആവുമ്പോ പിന്നെ നമുക്ക് തുടങ്ങിയാൽ മതി ഷൂട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോ ഞാൻ വളരെ കൂളായിട്ട് ഇതൊക്കെ ചെയ്തപ്പോ മാമിന് എന്തിനാ എത്ര കഴിഞ്ഞപ്പോഴും യു ഓൾറെഡി സ്റ്റാർട്ടഡ് ആക്ടിങ്. നമ്മളത് മറന്നു പോകുന്നൊരു സംഭവം അല്ലല്ലോ. ലൈക്ക് സ്വിമ്മിങ്, സൈക്ലിംഗ് ഒക്കെ
എത്ര വർഷമായാലും വി വിൽ കണ്ടിന്യൂ. നമ്മൾ സൈക്കിൾ പിടിച്ചു കഴിഞ്ഞാൽ സൈക്കിൾ ഓടിക്കാൻ പറ്റും എന്ന് പറയുന്ന പോലെയാണ് ആക്ടിങ്, ഡാൻസ് എല്ലാം. ഞങ്ങളും കണ്ടുകൊണ്ടിരിക്കില്ലേ, ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. ഞങ്ങൾ റിപ്പീറ്റ് ആയിട്ട് പഴയ സിനിമകൾ കാണാം. ബ്ലെസ്സിംഗ് ഫോർ മീ. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് എനിക്ക് അതുപോലത്തെ റോള് കിട്ടുക, അവര് എന്നെ തപ്പി പിടിച്ച് അമേരിക്കയിൽ നിന്ന് പിടിച്ച് പൊക്കി കൊണ്ടുവരിക എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് വാസ് ലൈക്ക് സംതിങ് ഐ നെവർ എവർ എക്സ്പെക്ടഡ് എന്റെ ലൈഫിൽ വീണ്ടും ഞാൻ സിനിമയിൽ വരുന്നത്. സോ അതിൽ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഇതുപോലത്തെ യങ്സ്റ്റേഴ്സിന്റെ ഒരു എന്താ പറയാ, അവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ അവരുടെ ഒരു കഥയില് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ അഭിനയിക്കാൻ സാധിക്കുന്നു. അതേസമയത്ത് അവര് ലെജൻഡറി ആയിട്ടുള്ള ഭരതേട്ടൻ പോലെ ഡയറക്ടേഴ്സിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ. സോ ഇറ്റ്സ് ലൈക്ക് ഫ്രം 80s to now. തീർച്ചയായിട്ടും ഇറ്റ്സ് എ ബിഗ് ബ്ലെസ്സിങ്. ഈ കൂടെ അഭിനയിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും പഴയ കഥകൾ കേൾക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് നിങ്ങളുടെ സെറ്റിൽ എങ്ങനെയായിരിക്കും? പണ്ട് ഈ പറഞ്ഞ ഒരുപാട് ഫ്രീ ടൈം ഇരുന്ന് സംസാരിക്കും, നിങ്ങൾ അങ്ങനെ കഥകളൊക്കെ ചോദിക്കാറുണ്ടോ സെറ്റില്? കഥകൾ കുറെ പറയും. ചോദിക്കും പിള്ളേർക്ക്. എനിക്ക് പിന്നെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല, അപ്പൊ പിന്നെ അയ്യോടാ ഇപ്പൊ കേൾക്കുന്നുണ്ട് ഇന്റർവ്യൂസ് ഇങ്ങനെ കേൾക്കും. അല്ല അല്ലെങ്കിൽ ഇപ്പൊ ഇന്റർവ്യൂ സമയത്ത് പോലും കുട്ടേട്ടൻ പറഞ്ഞ പല കാര്യങ്ങള് ഇൻഫാക്ട് ഞാൻ പോലും അത് അനുഭവിക്കുവോ, അങ്ങനത്തെ ഡബിങ്ങിന്റെ കാര്യമൊക്കെ ചേട്ടൻ പറഞ്ഞില്ലേ പണ്ടത്തൊക്കെ, അതൊക്കെ ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. ബിക്കോസ് ഞാൻ അത് ചെയ്തിട്ടേ ഇല്ല അങ്ങനത്തെ ഡബിങ് ഒക്കെ. സോ ദീസ് തിങ്സ് ആർ സോ ഇൻട്രസ്റ്റിംഗ് നമുക്ക് തന്നെ കേൾക്കാൻ. അപ്പൊ പിള്ളേർക്കൊക്കെ ഡെഫിനറ്റ് ആയിട്ട് അവർക്ക് ഒരു വലിയ സംഭവമായിരിക്കും അന്നത്തെ ഇതൊക്കെ. എങ്ങനെയാണ് ഞങ്ങള് ഭയങ്കരമായിട്ട് അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് കേട്ടോണ്ടിരിക്കും. ആർട്ട് ഡയറക്ടർ ഓൾസോ വരയ്ക്കുമായിരുന്നു. ഓരോരോ ഷോട്ടും സീനും ഒക്കെ നമുക്ക് അത് കാണാം, വരച്ചിട്ടാണ് അല്ല ഇപ്പൊ പണ്ടത്തെ ഈ പറഞ്ഞ വരയ്ക്കുമെന്ന് പറഞ്ഞില്ലേ, ചില അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ഉണ്ട്, കണ്ടിന്യൂറ്റി ഒക്കെ അവർ വരച്ചു വെക്കുക. അന്ന് മറ്റേ ഇതില്ലല്ലോ, ക്യാമറ ഇല്ലല്ലോ, ഇതുപോലെ ക്യാമറ ഇല്ല. കണ്ടിന്യൂറ്റി എങ്ങനെ അറിയും? ആ ആർട്ടിസ്റ്റ് ഷോട്ടിനകത്ത് ഇങ്ങനെയാണ് ഇരുന്നത്, അവർ വരച്ചു വെക്കുന്ന ആൾക്കാരൊക്കെ അയാൾക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. ഇന്ന് വേറെ കാര്യമുണ്ട്, ഈ സാങ്കേതിക വിദ്യ ഒരുപാട് ഡെവലപ്പ് ചെയ്തോടുകൂടി ഒരുപാട് അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അൺകമ്പയറബിൾ ആണ്. അത്രയ്ക്കുള്ള മാറ്റമുണ്ട്. പിന്നെ ഇന്നത്തെ കുട്ടികൾക്ക് സിനിമ കാണുന്ന ലോക സിനിമ, എന്ന് സിനിമ ഉണ്ടായി അന്നത്തെ സിനിമ പോലെ ഇനിയിപ്പം എന്താണ് ലാസ്റ്റ് സിനിമ ഇപ്പം വന്നിരിക്കുന്നത്, അതുവരെ കാണാനായിട്ടുള്ള അവന്റെ വിരൽത്തുമ്പിലുണ്ട്. അത് കാണാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഇപ്പം കൊട്ടാരക്കര ചേട്ടനോ അതുപോലുള്ള തെക്കുറിശമ്മാവനോ ഇവര് വല്ലതും അങ്ങനത്തെ ആരുടെയെങ്കിലും അഭിനയം കണ്ടിട്ടുണ്ടോ? അതിനുള്ള സൗകര്യം ഇല്ലായിരുന്നു. ഇപ്പം ഞാൻ തന്നെ പണ്ട് എത്ര സിനിമ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് സിനിമ എത്ര കണ്ടിട്ടുണ്ട്. അന്ന് ഞായറാഴ്ച ഏതെങ്കിലും ഒരു ദിവസമാണ് ഇവര് ഒരു മോർണിംഗ് ഷോ വരും. അതന്ന് എറണാകുളത്താണെങ്കിൽ ശ്രീധർ തിയേറ്റർ മാത്രമേ ഉള്ളൂ, കോട്ടയത്താണെങ്കിൽ സ്റ്റാർ തിയേറ്റർ, നിറയെ തൂണൊക്കെ ഉള്ള ഒരു തിയേറ്റർ. ഇങ്ങനെയൊക്കെ കാണണം ആൾക്കാരെ. അവിടെ ചിലപ്പോൾ വരുമ്പോൾ അതോ എത്രയോ നാൾ കഴിഞ്ഞിട്ട് പൊട്ടിപ്പൊളിഞ്ഞ പ്രിന്റൊക്കെ ആയിട്ടും വരുന്നത്. അങ്ങനെ 10 കമാൻഡ്മെന്റ്സ് അങ്ങനത്തെ പടങ്ങളൊക്കെ ബേസിക് തീപ്പൊക്കെ കണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പൊ അതല്ലല്ലോ, ഏത് സിനിമയും അവനത് ഏത് ഫോർമാറ്റിലും കാണാം. ഇതിനകത്ത് കാണാം, TV കാണാം, വലിയ ബിഗ് സ്ക്രീനിൽ കാണാം, എല്ലാവരുടെയും വീടുകളിൽ പോലും തിയേറ്ററാണ്. അപ്പൊ അത്രയും അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ലൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് ഡയലോഗ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് അതിന്റെ എല്ലാ വശങ്ങളും പഠിക്കാൻ പറ്റും. പണ്ട് ഇതൊന്നും അറിയാൻ മേലാതെയാണ്. പണ്ട് 180 ഡിഗ്രിയിൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത സമയത്ത് അത് സ്റ്റുഡിയോയിലായിരുന്നു ആദ്യമൊക്കെ ഷൂട്ടിങ്. സ്റ്റുഡിയോയിൽ നിന്നും അന്നത്തെ കാലം ഒരു വൈഡ് ആദ്യം, പിന്നെ സജഷൻ ക്ലോസ്, സജഷൻ ക്ലോസ്, ഇത് കഴിഞ്ഞിട്ട് വൈഡ്, ഒരു മിഡ് ഷോട്ട്, പിന്നെ അടുത്ത വൈഡ്, അങ്ങനെ അവസാനിക്കുക സീൻ. അങ്ങനെ ആയിരുന്നു. ഇപ്പൊ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഇത്രേ ഉള്ളൂ. ഇവിടെ ഒന്നും ക്യാമറ വെക്കില്ല. ആ സ്ഥലത്താണ് PN മേനോൻ എന്ന് പറഞ്ഞ ആള് സിനിമ വെളിയിലോട്ട് കൊണ്ടിരുന്നത്, ഓളവും തീരവും. അന്ന് നേരെ ഒരു ലോങ് ഷോട്ടിൽ അല്ലെ ഒരു ക്ലോസ് ചെയ്യുന്ന നേരെ ലോങ് ഷോട്ടിലോട്ട് കട്ട് ചെയ്യുക. അതിങ്ങനെ ചെയ്താൽ തെറ്റാന്ന് വിശ്വസിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു. ക്ലോസ് ഒരാൾ കണ്ട് പെട്ടെന്ന് അയാൾ മലയുടെ മേലെ ഇരിക്കുകയാണ്. അങ്ങനെയാകുന്നത് അപ്പൊ ക്ലോസ് കാണിക്കുക, ആ മൊത്തം കാണിച്ച ആ മലയുടെ മേലെ ഇരിക്കുന്ന ആളാന്ന് മനസ്സിലാവും. ഇതെന്താ ക്ലോസ് കാണിച്ചിട്ട് പിന്നെ ഈ മലയുടെ മുകളിൽ കാണിക്കുന്നു എന്നവരെ സമ്മതിക്കില്ലായിരുന്നു. ഗ്രാമർ തെറ്റാന്ന് വിശ്വസിച്ച കാലം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് PN മേനോൻ ന്യൂജനല്ലേ. അതിനുശേഷം ഈ പറഞ്ഞ 180 ഡിഗ്രി ഷൂട്ട് ചെയ്ത് മാർച്ച് 360 ഷൂട്ട് ചെയ്യാമെന്ന് വന്നത് PN മേനോൻ, KG ജോർജ്, ഭരതൻ, പത്മരാജൻ, ആ 70s പിന്നെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ അന്നത്തെ ന്യൂജൻ. അതിനല്ലേ സിനിമയ്ക്ക് വലിയ മാറ്റം വന്നത് അല്ലേ? അതൊരു ന്യൂജൻ അല്ലേ? അപ്പൊ ഇപ്പോഴത്തെ ന്യൂജൻ എന്ന് പറയുന്നതാണ് യഥാർത്ഥ ന്യൂജൻ എന്ന് പറയുന്ന അർത്ഥമുണ്ടോ? എല്ലാ കാലത്തും ന്യൂജൻ ഇങ്ങനെ സംഭവിച്ചു. അപ്പൊ ഞാൻ ഈ കാലത്തിനൊപ്പം ഉണ്ട്.
അപ്പൊ സഞ്ചരിക്കുമ്പോ എനിക്ക് അതിന്റെ കുറെ കൂടെ ശരിക്കുള്ള ന്യൂജൻ ശരിക്കും ഇതാണ്. അല്ല നമുക്കപ്പോ അല്ല എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടെ ട്രാൻസ്പെറന്റ് ആണ്. അല്ല അതിനെപ്പറ്റി ഒരു അഹങ്കരിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ബ്ലെസ്സിംഗ് ആണ്. പിന്നെ ബ്ലെസ്സിംഗ് ആണ്. അത്രയും സത്യം പറഞ്ഞാല് ആൾക്കാര് അല്ല ഇപ്പോഴുള്ള കുട്ടികൾക്ക് അത്ര സൗകര്യങ്ങളുണ്ട്. അതെ അതാണ് ശരിയാ. അത് അഡ്വാൻറ്റേജ് ആണ്. മനസ്സിലായില്ലേ? സത്യം. കാരണം അന്നത്തെ പടങ്ങൾ ക്ലാസിക്സ് പറയുന്നത് എന്തുകൊണ്ടാണ് ദാറ്റ് ഇസ് ഓൾസോ ഇതുപോലത്തെ ടെക്നോളജിയും കാര്യങ്ങളും അവർക്ക് ഒന്നുമില്ലായിരുന്നു. ബട്ട് ഇൻ സ്പൈറ്റ് ഓഫ് ദാറ്റ് അതുപോലത്തെ പടങ്ങൾ എടുത്തു. അതിപ്പോ ഇപ്പം ലോകാന്ന് സിനിമ വന്നിരിക്കുന്നു. അതെ അതെ അത് തെലുങ്കിൽ എടുക്കുകയാണെങ്കിൽ ആ സിനിമ അങ്ങനെ സിനിമ എടുക്കണമെങ്കിൽ 250 കോടി വേണമെന്ന് പറയുന്നത്. അതെ. ഇവിടെ അത് 35 കോടിക്ക് എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പിള്ളേർ മോശം. ഒരിക്കലല്ല. അപ്പൊ അങ്ങനെ വേണം നമ്മൾ അവരെ കാണാൻ. അപ്പൊ നമ്മുടെ കുട്ടികൾ ഇപ്പോഴത്തെ ന്യൂജൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മിടുക്കന്മാരാണ്. പിന്നെ അല്ല അല്ല ഒരു രോമാഞ്ചനൊക്കെ. Definitely, there are so many of them who are amazing. അതിനെപ്പറ്റി പല അഭിപ്രായം വെച്ചാൽ ഒന്നുമില്ല. കുട്ടികൾക്കെല്ലാം ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നവരാണ്. ഈ ടൈപ്പ് കാസ്റ്റ് ആയി പോവാത്ത നടന്മാരിൽ ഒരാളാണ് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. എനിക്ക് ഇപ്പം നമ്മളിപ്പം ജഗദീഷ് ശ്രീകുമാർ ഒരു വില്ലൻ ചെയ്താൽ നമുക്ക് കോമഡി കാണാനാണ് ഇഷ്ടം. ഇപ്പം ലാലേട്ടന് ഇടി കിട്ടിയ തിരിച്ചൊരു ഇടി കൊടുക്കുന്നതാണ് ഞങ്ങൾക്ക് കാണാൻ ഇഷ്ടം. അതുപോലെ എന്ത് കഥാപാത്രമാണെങ്കിലും ഇവിടെ ഒക്കെയാണ് റെഡിയാണ്. അത് ബോധപൂർവ്വം എടുത്താണ്, അത് ആക്സിഡന്റിൽ അല്ല അങ്ങനെ ഞാൻ അങ്ങനെ ഇപ്പം പലരും പറയും കോമഡി റോള്, വില്ലൻ റോള്, നായക വേഷം, അങ്ങനെ ഒരു വേഷമായിട്ട് ഞാൻ ഒന്നിനെയും കാണുന്നില്ല. ഇപ്പം ഞാനൊരു വില്ലനായിട്ട് പ്രേക്ഷകന് തോന്നുന്ന കഥാപാത്രം ഞാൻ കാണുമ്പോൾ അയാളുടെ മാനസികാവസ്ഥയാണ്. അങ്ങനെ ഒരാളാണ് ഞാനെങ്കിലും. അല്ല അയാൾ എങ്ങനെയായിരിക്കും? പക്ഷെ അയാളിലും ചില ഹ്യൂമർ സെൻസ് ഒക്കെ ഇല്ലേ? അത് തല്ല് കൊണ്ടിട്ടൊക്കെ ആണെങ്കിലും ഞാൻ തിരിച്ചു ഞാൻ തല്ലു എന്ന് പറയുന്നത് ദണ്ണത്തോടു കൂടി ഞാൻ തിരിച്ചു അവനെ തല്ലും. തല്ലുകൊണ്ട വേദനയുണ്ട് പുള്ളിക്ക്. അങ്ങനെ ഞാൻ ചെയ്യുമ്പോഴേ ചിരി വന്നു പോകും. അവൻ ഞാൻ തിരിച്ചടിക്കും എന്ന് പറയുന്നതിനകത്ത് എൻ്റെ അതൊരു ദണ്ണത്തോടു കൂടി പറഞ്ഞു നോക്കിയാൽ അത് ഒരു വോക്കൽ ട്രിക്കറിയൊക്കെയാണ്. അങ്ങനത്തെ ചില കാര്യം ഇപ്പം രാംജിറാവിനകത്തൊക്കെ ഉള്ളത് വോക്കൽ ട്രിക്കറിയാണ്. ഇപ്പൊ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മിഷൻ ഓഫ് ചെയ്യണം എന്ന് പറയുമ്പോൾ സിബ് ഇടുമ്പോ ഓഫ് ചെയ്ത് എന്ന് പറയുന്നതിന്റെ ഒരു രഹസ്യം പറഞ്ഞില്ലേ, ഞാൻ എന്തോ അറ്റൈൻ ചെയ്തു എന്നുള്ളതാണ് അയാൾ പറയുന്നത്. പക്ഷെ ഈ മണ്ടനാന്നുള്ള പ്രേക്ഷകൻ അറിയാം സിബിന്റെ ഒച്ച കേട്ടിട്ടാണ്. അതാണ് ആ ഇൻകോൺഗ്രിറ്റി മേക്സ് കോമഡി. അപ്പൊ അവന്റെ സൗണ്ട് മോഡുലേഷൻ ഉണ്ടല്ലോ, വോക്കൽ ട്രിക്കറി എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് കോമഡി ഉണ്ടാകുന്നത്. അപ്പൊ നമ്മളെ ഓരോ കഥാപാത്രങ്ങളും കഥാപാത്രങ്ങളായിട്ട് കണ്ടാൽ മതി. അത് കോമഡിയെന്നോ വില്ലനെന്നോ നായകനെന്നോ പ്രത്യേകിച്ച് കാണേണ്ട കാര്യമില്ല. ആ ക്യാരക്ടർ എന്താണ്, അയാൾ എന്താണ്, അയാൾ തമാശ ഭയങ്കര ക്രൂരന്മാരിലും തമാശ ഉണ്ടാവൂലേ. അപ്പൊ അത് നമ്മൾ അങ്ങനെ കാണരുത്. അല്ലെങ്കിൽ പണ്ട് എം.എൻ. നമ്പ്യാർക്ക് അഭിനയിച്ച കണ്ണുരുട്ടി ആ മീശ പിരിച്ച വില്ലനാകും. ആ ഒരു സങ്കല്പം ഉള്ളതുകൊണ്ടാണ് നമ്മളങ്ങനെ ഇപ്പൊ ചോദിച്ചത് തന്നെ. അങ്ങനെ സംഭവമില്ല. ഹ്യൂമർ കഥാപാത്രം എന്നുള്ളത്, കോമഡി കഥാപാത്രം എന്നുള്ളതൊന്നുമില്ല, വില്ലനും ഇല്ല, നായകനും ഇല്ല. ഓരോ കഥാപാത്രങ്ങളാണ് ഓരോ. അങ്ങനെ കണ്ടാൽ മതി. അത് ഞാനങ്ങനെ സമീപിക്കുന്നത്. അതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞ കാര്യം. ഇപ്പം ഞാൻ എന്നെ മോഹൻലാല് മറ്റേ ഒരു പടത്തിനകത്ത് ഞാൻ മോഹൻലാലിന്റെ അടി കൊടുക്കും. മോഹൻലാൽ എന്റെ കൈയെ പിടിച്ചിരിച്ചു നടേശ കൊല്ലണ്ടാന്ന്. അത് ശരിക്കും പറഞ്ഞാൽ മോഹൻലാലിനെ പോലെ ഹീറോ എടുത്ത് ഞാൻ അയാൾക്ക് ഒറ്റ അടി കൊടുക്കും. അടി കൊടുക്കുമ്പോൾ അയാൾ കയ്യെ പിടിച്ചിട്ട് തിരിച്ചിട്ട് ഒരു ഒറ്റ തള്ള. അത് ഞാൻ അമ്മജിയെന്ന് പറഞ്ഞ് പോകേണ്ടതാ ശരിക്കും. അപ്പൊ ശരിക്കും എഴുതി വെച്ചിരുന്നാ എടാ കൊല്ലണ്ട, എല്ലാത്തിനും അടിച്ച് ഒതുക്കിയൊക്കെ എന്നുള്ളതാ പറയണ്ടേ. നടേശ നടേശ കൊല്ലണ്ട. അതിനെ പ്രയോഗിക്കുന്ന രീതിക്കാ തമാശ ഉണ്ടാകും. അല്ലെങ്കിൽ ശരിക്കും ഒരു വില്ലനെന്ന് പറഞ്ഞാൽ അടിച്ചൊതുക്കിയൊക്കെ അവന്മാരെ ഒന്നിനും കയ്യും കാലും അടിച്ചോ കൊല്ലണ്ടോ അതിനെ എന്നല്ലേ പറയേണ്ടത്. അത് പറയുന്ന രീതിയിലാണ് തമാശ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ വില്ലനാന്ന് വിചാരിച്ചാൽ ആ വില്ലത്തരത്തിൽ പറയും. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു സ്ക്രിപ്റ്റ് കിട്ടുക, അപ്പൊ ഡയലോഗ് കിട്ടുക, അപ്പൊ കയ്യിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഇട്ടാ അല്ലെങ്കിൽ കയ്യിന്നിട്ടല്ലത് അല്ല സീനൊക്കെ തീർച്ചയായും ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഡയലോഗ് മാറ്റാം. അവരോട് ചോദിക്കും ഇങ്ങനെ പറയട്ടെ, അവർ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ പറയും, അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ പറയും. ചിലപ്പോൾ ഞാൻ പറയുന്നവരെ അക്സെപ്റ്റ് ചെയ്യും, ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യല. ആ ചേട്ടാ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി, ശരി അങ്ങനെ പറയും. എനിക്ക് ശരിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞാൽ ശരിയെന്ന് തോന്നും ചില സന്ദർഭങ്ങളിൽ. പക്ഷെ അവർ പറഞ്ഞാൽ ശരിയെന്ന് അവർ വിശ്വസിക്കാണ്, അങ്ങനെ തന്നെ ചെയ്യാൻ. അതെൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമാണ്. മറ്റേത് ഞാൻ എൻ്റെ ഒരു നമ്മുടെ ഇൻവോൾവ്മെന്റ് കൂടെ ഉണ്ടാവും അതിനകത്ത് അല്ലാത്തപ്പോൾ. പിന്നെ എന്നോട് ചോദിക്കും മിക്കവാറും ഇപ്പോഴത്തെ പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിലും ചേട്ടാ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ. അങ്ങനെ ഞാനും അങ്ങനെ മോനെ അങ്ങനെ ചെയ്യട്ടെ, അങ്ങനെ കൊടുക്കൽ വാങ്ങലുണ്ട്. അത് പിന്നെ നമ്മുടെ അടുത്ത് ഒരു 100% നമ്മൾ കൂടെ പെർഫോം ചെയ്യുമ്പോൾ അതിന്റെ ഒരു ശതമാനം കൂടുതൽ ചെയ്യാൻ നമുക്ക് ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് ഞങ്ങൾ തമ്മിൽ പ്രണയ സീൻ ഒരു വളരെ ഇന്റിമേറ്റ് ആയിട്ട് സീൻ അഭിനയിക്കണം. ശാന്തി ഇല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അത്
ശാന്തി എന്നോട് അങ്ങനെ കോപ്പറേറ്റ് ചെയ്തോണ്ട് ഞാൻ പറഞ്ഞു, ശാന്തി എനിക്ക് മേലെ ഞാൻ ഡയറക്ടറോടൊക്കെ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ശാന്തി കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഉള്ള ഒരു നമുക്ക് അതൊരു വലിയ ഇതല്ലേ. അല്ല ശാന്തിയോ ഇയാൾ വലിയ നടന്നാന്ന് പറഞ്ഞു ഇയാൾക്ക് ഇത് ചെയ്യാന്ന് അറിയാൻ പറ്റും എന്നുള്ള ലൈനാണ് വിചാരിച്ചെങ്കിലോ നിങ്ങൾ ചെയ്യുന്ന ചേട്ടാ ഒരു സമയം കളയാതെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ അല്ല ഞാൻ പറഞ്ഞ എന്നാ പറയില്ല എന്നോട് അങ്ങനെ ഇന്ന് വരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ പറയല്ല, അതാണ് നമ്മൾ ഒന്നിച്ച് എല്ലാവരും കൂടെ അഭിനയിക്കുമ്പോൾ എൻസെമ്പിൾ ആക്ടിങ് എന്ന് പറയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൊടുക്കൽ വാങ്ങലുണ്ടല്ലോ. അങ്ങനെയാണ് ഒരു സീനുകൾ ഭംഗിയാവുന്നത്. അല്ല ഞാൻ തന്നെ കൊണ്ടൊന്നും ഒരിക്കലും അത് എന്ത് സീനാണെങ്കിലും നമുക്ക് കോ ആർട്ടിസ്റ്റ് ശരിയല്ലെങ്കിൽ ഇച്ചിരി പാടാ തന്നെ. എന്ന് വെച്ചാൽ അവര് നമ്മൾ ഇടുന്നത് ചിലപ്പോ ഷോർട്ടിലായിരിക്കും, റിഹേഴ്സ് ചെയ്യുന്നതായിരിക്കും, ആ സമയത്തായിരിക്കത്തില്ല, ചിലപ്പോ ഷോർട്ടിലായിരിക്കും നമ്മൾ ചെയ്യാൻ തോന്നുന്നത്. അപ്പൊ ഓപ്പോസിറ്റ് റിയാക്ഷൻ വന്നില്ലെങ്കിൽ അത് ഓപ്പോസിറ്റ് ആർട്ടിസ്റ്റ് കുറെ പേര് ചോദിച്ചോണ്ടിരുന്നാലും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് തെറ്റിയില്ലേ അതാ പറയുന്ന കാര്യം കേട്ടോ. അപ്പൊ വലിയ കാര്യം അത് കറക്റ്റ് സമയത്ത് നമ്മളാ കേട്ടില്ലെങ്കിലും ഇങ്ങനെ അഭിനയിക്കുക അല്ലേ. അത് കേൾക്കുന്നില്ലെങ്കിലും നമ്മള് പക്ഷെ എങ്ങാനും നമ്മൾ കേൾക്കാതെ ആരെങ്കിലും വിഷമത്തോടു കൂടെ എന്തെങ്കിലും പറഞ്ഞാൽ ഈ ഒരു കോംബോ രസമുണ്ട് ശരിക്കും. ഇതേ ക്യാരക്ടർ തന്നെയാണോ വളയിലുള്ളത്? ഇതുപോലെ തന്നെയാണോ ശരിക്കും? മുസ്ലിം ക്യാരക്ടേഴ്സ് ആണ്. എന്റെ പേര് സൂഫിക്ക, പാത്തു അങ്ങനെ. പക്ഷെ ഈ ഒരു കോംബോ രസമായിരുന്നു നിങ്ങളുടെ ഒരു കൊടുക്കുവാങ്ങ്. ഇവരെ പല ഒരു പരിപാടികളുണ്ട്, ഇമോഷണലി ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ഇവരെ തന്നെ ഒരു പല പരിപാടികൾ കാണാൻ പറ്റും. ഇപ്പൊ ഓരോ സിനിമകൾ വരുന്ന സമയത്ത് നമ്മൾ പുതിയ ആളുകളാകുമ്പോൾ തന്നെ നമുക്ക് ഓരോ സിനിമയും ഓരോ പാടാണ്. ഇപ്പം സിനിമയിൽ നിലനിൽക്കാൻ ആഗ്രഹിച്ച് അല്ലെങ്കിൽ നമ്മൾ പുതിയ കിട്ടുന്ന കഥാപാത്രങ്ങളുടെ സെലക്ഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മുടെ കയ്യിൽ വരുന്ന ഒരു കുറച്ച് ശതമാനം സ്ക്രിപ്റ്റുകളാണെങ്കിലും അതിൽ നിന്ന് എങ്ങനെ നിങ്ങൾ ഒരു സിനിമ സെലക്ട് ചെയ്യണേ? ആ ഒരു പ്രോസസ്സിങ് എങ്ങനെ ശരിക്കും? അത് ഭയങ്കര കുറച്ച് എന്താന്ന് വെച്ചാൽ കുറച്ച് അതെല്ലാം എനിക്ക് തോന്നുന്നു. ഞാൻ എപ്പോഴും ഈ ടീമും അതിൻ്റെ ടെക്നീഷ്യൻസും ഒക്കെയാണ് നമുക്കൊരു ഇത് നമുക്കൊന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ല. സിനിമ അങ്ങനെയാണ്. സിനിമ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ടീമിൻ്റെ വർക്കല്ലേ. അത് അവസാനം അത് പ്രൊഡക്റ്റായി വന്ന് അത് നമ്മുടെ നിന്ന് പ്രേക്ഷകരിലോട്ട് എത്തി, പ്രേക്ഷകരതെങ്ങനെ കാണുന്നു, അവരിത് അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെ നോക്കിയിട്ടാണ് ആ സിനിമയുടെ വിജയം നോക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് ഹിറ്റാവോ, ഇത് നന്നാവോ, ഈ ക്യാരക്ടർ എനിക്ക് ഇത് ബേസിക്കലി നമുക്കിത് കേട്ടിട്ട് ഓക്കെ ഇതെനിക്ക് ചെയ്യാനൊരു നമ്മുടെ ഉള്ളിലൊരു സാധനം തോന്നില്ലേ, ഇതെനിക്ക് ചെയ്യണം എന്നുള്ളൊരു സാധനം, ആ സാധനം വന്നാൽ ചെയ്യാന്നുള്ളതാണ് ഞാൻ ഇതുവരെ നോക്കിയുള്ളത്. ഇവിടെ എനിക്ക് സിനിമ ചെയ്യാന്നുള്ളത് മാത്രം. അങ്ങനെ ഇപ്പം ഫോർ റൈറ്റ് നൗ എനിക്കിപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടില്ല. എത്തട്ടെ. പക്ഷെ സോഫ നാ എനിക്കിപ്പം സിനിമ ചെയ്യാ എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. നല്ല സിനിമകളുടെ നല്ല ടീമിന്റെ കൂടെ നല്ല സീനിയർ ആർട്ടിസ്റ്റുകളുടെ കൂടെ ചെയ്യാം. ഇപ്പൊ ഡയറക്ടറിന്റെ പേരും റൈറ്ററിന്റെ പേരും മാത്രം മതി നമുക്ക് വള എന്ന സിനിമ നമ്മളെ ഏറ്റവും കൂടുതൽ കാണാൻ, തിയേറ്ററിൽ പോയി കാണാൻ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കണേ. എനിക്കൊന്ന് ഈ രണ്ട് പേരുകളും നിങ്ങൾ ഈ സിനിമയിലേക്ക് ഇന്നാക്കിയിട്ടുണ്ടോ ശരിക്കും? അല്ല മോസിനെ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ കട ഞാൻ അന്ന് കണ്ടിട്ടില്ല ആദ്യം പറയുമ്പോൾ. അപ്പൊ എന്നെ മറ്റേ ബേസിലെ വിളിച്ചു. ബേസിൽ നല്ല ഡയറക്ടറാണ് മറ്റേ. അല്ല ഞാനല്ലെങ്കിലും അങ്ങനെ വലിയ അത് ഞാൻ ചെയ്യുന്നില്ല, ഇത് ഞാൻ വരുന്ന സിനിമകളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അല്ലാതെ പക്ഷെ എൻ്റെ അടുത്ത് അങ്ങനത്തെ പടങ്ങളായിരിക്കും വരുന്നത്. തീരെ അങ്ങനെ മോശമായിട്ട് വരാറില്ല. പിന്നെ തീരെ പറ്റില്ല എന്ന് നമുക്ക് തോന്നി കഴിഞ്ഞാൽ പറയും അത് ഞാൻ ചെയ്താൽ ശരിയാകില്ല, അങ്ങനെ മാറാറുണ്ട്. അത് വളരെ അപൂർവമാണ്. അല്ലാതെ സെലക്റ്റീവ് ആകാനൊന്നും പറ്റില്ല. സെലക്റ്റീവ് ആകാന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ഇരിക്കേണ്ടി വരും. അങ്ങനെ എനിക്ക് ഒരു കൃഷ്ണന്താകാണ്ടോ ഒരു പൂക്കാലോ ഒക്കെ അഭിനയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, നമുക്ക് എല്ലാ പടങ്ങളും ചെയ്യണം. അത് നമ്മുടെ പ്രൊഫഷൻ്റെ ഭാഗമല്ലേ. നമ്മൾ ഈ ഇത്രയും വർഷമായിട്ട് ഇവിടെ നിൽക്കുകയല്ലേ, നമ്മളതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ ഒരു നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് സിനിമയോട്. അത് ആര് ചെയ്യുന്നു, ആര് ഡയറക്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊന്നും അല്ല. അപ്പം അത് ഞാൻ അങ്ങനെയാണ്. അതെ, എനിക്കന്നെ ഈ സിനിമയ്ക്ക് അട്രാക്ട് ആവാനുള്ള ഒരു പ്രധാന കാരണം തന്നെയായിരുന്നു ഇതിൻ്റെ റൈറ്ററും ഡയറക്ടറും. മുഹാഷിപ്പി പറഞ്ഞൊരു കഠിന കടവരും അർഷദൊക്കെ ആണെങ്കിൽ അതിലുണ്ടയിൽ ഞാൻ ഉണ്ടായിരുന്നു മമ്മൂക്കയുടെ കൂടെ. പിന്നെ പുഴു, പിന്നെ കഠിനത്തിൻ്റെയും അർഷദൊക്കെ തന്നെയാണ്. ഇപ്പോൾ സോണി ലീവിലൊരു വെബ് സീരീസ് വരുന്നുണ്ട് ബ്ലൈൻഡ് ഫോൾഡ്.
ബ്ലൈൻഡ് ഫോൾഡ് എന്ന് പറഞ്ഞിട്ട്. അത് റിലീസായിട്ടില്ല, വരുന്നുള്ളൂ. അപ്പോൾ പുള്ളിയുടെ എല്ലാവർക്കും അറിയാം, അർഷദ് ഖാനെ അറിയാം, മുഹാഷിനെ പറയാം. അപ്പോൾ അത് അവരൊരു കോമ്പോയിൽ വരുമ്പോൾ എന്ന് പറയുന്നത് അത്ര സിനിമയുടെ ഭാഗമാവാന്നുള്ളത് ഭയങ്കര എക്സൈറ്റഡ്. പറഞ്ഞ പോലെ തന്നെ ഇവരെ കൂടെ അഭിനയിക്കാൻ പറ്റുക അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഞാനിപ്പോ നോക്കുമ്പോഴേ ഭയങ്കര കൗതുകത്തോടെ സംസാരിക്കുകയൊക്കെ ചെയ്യണേ, പറയുന്നത് സംസാരിക്കണൊക്കെ. കിട്ടിയ അവസരം നമ്മൾ വെറുതെ കളയില്ല. സത്യം ഞാൻ കുട്ടൻ്റെ മാക്സിമം കേൾക്കാറുണ്ട്. അത് എന്താ വെച്ചാൽ ബാക്കി നമ്മളെ കൂടെ മുന്നേ വർക്ക് ചെയ്തവരൊക്കെ എന്നോട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ ചേട്ടനായിട്ട് പറയുമ്പോൾ പറയും കുട്ടൻ ഇങ്ങനെ നടക്കുന്നത് കാണിക്കും. അതിപ്പോൾ എനിക്കും ചില ക്യാരക്ടേഴ്സ് കണ്ടിട്ടുണ്ടോ, ചിലവർ നടക്കുമ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് നടക്കും, ചിലർ കൈ ഫ്രണ്ടിൽ വെച്ച്. അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിന് അങ്ങനെ ചെറിയ ചെറിയ ജസ്റ്റേഴ്സും ചെറിയ ചെറിയ ഇതൊക്കെ നമ്മൾ ഇതൊരു ടെക്നിക്കാണ്, ഒരു ട്രിക്കാണ് എന്നൊക്കെ നമ്മൾ കുറേ ഇങ്ങനെ അഭിനയിക്കാന്നുണ്ട്. ഉപരി ഇത് ആക്ഷൻ കട്ടിൻ്റെ ഇടയിലുള്ളൊരു ട്രിക്കും കൂടി ഉണ്ട് ഇതിന്. അതൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കുട്ടൻ്റെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് ഇന്റർവ്യൂല് കേട്ടിട്ടുണ്ട്. നമുക്ക് അല്ലാത്തപ്പോഴും പറഞ്ഞു തരും, ഒബ്സർവ് ചെയ്തിട്ട് ചെയ്യാം. നമ്മളതിനെപ്പറ്റി ആ കഥാപാത്രം അയാളെങ്ങനെയായിരിക്കും എന്നാലോചിച്ചാൽ മതി. അത് അല്ലാതെ വലിയ കാര്യമല്ല. അയാളെങ്ങനെയായിരിക്കും, അയാൾ എങ്ങനെയുള്ള ആളായിരിക്കുന്ന കഥ വായിക്കുമ്പോൾ നമുക്കൊരു ബോധം ഉണ്ടാവില്ല. അതിൽ നിന്നാണ് ഇപ്പൊ ഇതിനകത്ത് ഈ ക്യാരക്ടർ വർഷങ്ങളായിട്ട് ഇതിൽ ഗൾഫിലുള്ള ഒരാളാണ്. അതിനുശേഷമാണ് ഇവിടെ വന്നത്. അപ്പോൾ ഗൾഫിലെ ജീവിതമുണ്ട്, ഇയാളുടെ ഇവിടെ വന്നിട്ടുള്ള ജീവിതമുണ്ട്. അതാണ് ഈ വളാന്ന ഈ സിനിമയിലെ എൻ്റെ ക്യാരക്ടർ. അത് രണ്ടും എങ്ങനെയായിരിക്കും, ഗൾഫിൽ ജോലിയുള്ള കാലത്ത് എങ്ങനെയായിരിക്കും, അതില്ലാതെ നാട്ടിലെങ്ങനെയായിരിക്കും, ഇല്ലാപ്പം നമ്മളെങ്ങനെയാ, അത് വ്യത്യാസമല്ലേ. ഗൾഫുകാരനെ കാണുന്നതും ഗൾഫുകാരൻ നാട്ടിൽ വന്ന് കുറച്ചാൽ ഇവിടുത്തുകാരനായി കഴിയുമ്പോൾ ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലോ. അല്ല, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ എങ്ങനെ സമൂഹം കാണുന്നതെന്നും കൂടെ കാണണം നമ്മൾ. ഒരു കഥാപാത്രത്തെ കാണുമ്പോൾ ആ കഥാപാത്രത്തെ സമൂഹം എങ്ങനെയാ കാണുന്നതെന്നും കൂടെ നമ്മൾ അന്വേഷിക്കണം. ശരിയാ. എനിക്ക് നിങ്ങൾ ഈ പറയുന്ന സമയത്ത് സിനിമ സത്യം തിയേറ്ററിൽ പോയി കാണുന്നുണ്ട്. കാരണം ഒരു പറയുന്നുണ്ട്, പക്ഷെ എന്താണ് സിനിമ എന്ന് എവിടെയും ഒരു ക്ലൂ ഇല്ല. വലുത് എന്തോ ഉണ്ട പോലെ ഞങ്ങൾക്ക് തോന്നുന്നു. കഥ പറഞ്ഞാൽ നിങ്ങൾ കാണുമോ? തിയേറ്ററിൽ കണ്ടോളാം. കഥ ഞങ്ങൾക്ക് അറിയാൻ മേലായിരിക്കല്ല, ഞങ്ങൾ മനഃപൂർവ്വം ഇങ്ങനെ കുറച്ചും കൂടെ ഞാനൊന്ന് സംസാരിച്ച ചിലപ്പോൾ കഥ രാവിലെ ഞങ്ങളെ മിണ്ടിപ്പോരെന്ന് പറഞ്ഞ് ഞങ്ങൾ കയറ്റി വിട്ടു. Thank you so much. Thank you.